ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കിടാൻ പോകുന്ന കഥ എൻ്റെ പ്ലാവിലെ പച്ചില. എൻ്റെ മനസ്സിന് വളരെയധികം അടുപ്പം തോന്നിയ ഒരു ചെറിയ കഥയാണിത്. നമ്മുടെയൊക്കെ വീട്ടിന്റെ മുന്നിലുള്ള പ്ലാവിൽ നിന്ന് വീഴുന്ന ഒരു പച്ചിലയിലൂടെ ജീവിതത്തിന്റെ താൽക്കാലികത, ഓർമ്മകളുടെ മൂല്യം, വയസ്സാകുന്നതിന്റെ സത്യം എന്നിവയെക്കുറിച്ച് നമ്മുടെ മെഹബൂബ് സാർ കണ്ടെത്തിയ അനുഭവങ്ങൾ ഈ കഥയിലൂടെ വ്യക്തമാക്കുന്നു. ജീവിതത്തിന്റെ ഓരോ ഘട്ടവും നാം നേരിടുന്ന അനുഭവങ്ങളും നമുക്കുള്ള പാഠങ്ങളും എത്രമാത്രം വിലമതിക്കാവുന്നതാണെന്ന് ഈ കഥ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നാം എത്ര ഉയരങ്ങളിൽ എത്തിച്ചേർന്നാലും ഒരു ദിവസം കൊഴിഞ്ഞു വീഴേണ്ടതിന്റെ അനിവാര്യത, നമ്മുടെ ഓർമ്മകൾ മറ്റുള്ളവർക്കായി വെച്ചു പോകുന്നതിന്റെ പ്രാധാന്യം എല്ലാം കൂടി ഈ കഥയുടെ അടിയന്തര സന്ദേശമായി മാറുന്നു. എല്ലാവരും ഈ കഥ കേട്ട് ജീവിതത്തെ പുതു കാഴ്ചകളിൽ നിന്ന് നോക്കാനും ഓരോ നിമിഷവും ആസ്വദിക്കാനും സ്നേഹത്തിന്റെയും സഹജീവിയുടെയും പ്രാധാന്യം മനസ്സിലാക്കാനും പ്രേരിതരാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഥ തുടരുന്നു. എൻ്റെ പ്ലാവിലെ പച്ചില. ദിവസവും വീടിനടുത്തുള്ള പ്ലാവിൽ നിന്നും അടർന്നു വീഴുന്ന പച്ചില എന്നെ അത്ഭുതത്തോടെ നോക്കുമായിരുന്നു. ഇടയ്ക്കെന്നെ നോക്കി ഇലകൾ പല കാര്യങ്ങളും ഓർമ്മപ്പെടുത്തുന്നു. ആൾക്കൂട്ടങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടു പോയതിന്റെ ദുഃഖം എന്നെ കാത്തിരിക്കുന്നുണ്ടെന്ന് ആ കൊഴിഞ്ഞു വീണ പച്ച പ്ലാവില എന്നെ നോക്കി പറയുന്നത് കേൾക്കാം. നാം ഈ ഭൂമിയിൽ നിന്ന് പിരിഞ്ഞു പോകേണ്ടവരാണെന്നു എന്റെ പ്ലാവിലെ പച്ചില എന്നെ നോക്കി പുഞ്ചിരിയോടെ പറയുന്നുണ്ടായിരുന്നു. മനസ്സിൽ പല ചിന്തകളോടെ പതുക്കെ ഞാൻ ആ പച്ചില എടുത്ത് പതുക്കെ തലോടി ഞാൻ എൻ്റെ അലമാരയിൽ കൊണ്ടുവച്ചു. ദിവസങ്ങൾ പിന്നിട്ടു. അടുത്ത ദിവസം വീണ്ടും ആ കൊഴിഞ്ഞു വീണ പച്ചില എന്നോട് പറഞ്ഞു, വാർദ്ധക്യം നിന്നെ തേടി വരുമെന്ന്. അതെ, വാർദ്ധക്യം നിന്നെ തേടി വരുമെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാനൊന്ന് തുറച്ചു നോക്കിയപ്പോൾ എൻ്റെ മുഖത്ത് നോക്കി എല്ലാം നഷ്ടപ്പെട്ടതിന്റെ വേദന പങ്കുവെക്കാൻ തുനിയുന്നുണ്ടായിരുന്നു. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. അലമാരയിൽ സൂക്ഷിച്ച പച്ചില പഴയ ആ പച്ചപ്പിൽ നിന്നും നീര് വറ്റി ഉണങ്ങിയ നിലയിൽ ഒട്ടി ചുളിഞ്ഞു. നീര് വറ്റി ഉണങ്ങിയ ഇലയെ ഞാനൊന്ന് തലോടിയതും പപ്പടം പൊടിയും പോലെ ഒരു ചെറുപുഞ്ചിരിയുടെ ശബ്ദം പുറത്തേക്ക് വന്നു. ബാക്കി വെച്ച സ്വപ്നങ്ങൾ നടക്കാതെ പോയതിന്റെ നിരാശയോടെ ആ ഉണങ്ങിയ പ്ലാവില ഉടഞ്ഞു പൊടിഞ്ഞു. ഞാൻ എൻ്റെ അലമാരയിൽ പൊടിഞ്ഞു കിടക്കുന്ന പ്ലാവിലയുടെ നേരെ നോക്കി അങ്ങ് ദൂരേക്ക് മനസ്സൊന്ന് കൊണ്ടുപോയി. കവിളുകൾ ഒട്ടിച്ചുക്കി ചുളിഞ്ഞ തൊലിയുള്ള വിറച്ചു ആടി വീഴാനായ എന്നെ ഞാൻ കണ്ടു. ഇരു കണ്ണുകളും അടച്ചു പിടിച്ച് ഒരു നിമിഷം ഞാൻ എൻ്റെ പള്ളിക്കാട്ടിലെ ഇരുട്ടറയിലേക്കൊന്നെത്തി നോക്കി. ശേഷം പതുക്കെ ഞാൻ ആ പൊടിഞ്ഞ പ്ലാവിലെ പെറുക്കിയെടുത്ത് എൻ്റെ വീടിന്റെ മുന്നിലുള്ള പ്ലാവിൻ ചുവട്ടിൽ ഒരു ചെറിയ കുഴിയെടുത്ത് അവിടെ വെച്ചു കൊടുത്തു. മണ്ണിട്ട് മൂടി. ഒരുപാട് മുകളിലേക്ക് വളർന്ന് പെട്ടെന്ന് കൊഴിഞ്ഞു വീണ ആ പ്ലാവിൻ പച്ചില ഉണങ്ങി പൊടിയായി ഓർമ്മകൾ അയവിറക്കി ഇന്നും അവിടെ കിടപ്പുണ്ടാവും. ഒരു ദിവസം ഞാനും ഇവിടം വിട്ടു പോകുമെന്ന് ഉണങ്ങിപ്പൊടിഞ്ഞ എൻ്റെ പ്ലാവിലെ പച്ചില എന്നോട് ഓർമ്മപ്പെടുത്തി. എത്ര ഉയരങ്ങളിൽ എത്തിയാലും ഒരു ദിവസം കൊഴിഞ്ഞു വീഴുമെന്നും മണ്ണിൽ അലിഞ്ഞു ചേരുമെന്നുമുള്ള തിരിച്ചറിവ് എനിക്കെൻ്റെ പ്ലാവിലെ പച്ചില പകർന്നു തന്നു. ഈ കുറഞ്ഞ കാലം ആടിയും പാടിയും കളിച്ചും ചിരിച്ചും കൊടുത്തും വാങ്ങിയും സുന്ദരമായ ഈ ജീവിതം നമുക്ക് ആസ്വദിക്കാം. കാലം കടന്നു പോകുമ്പോൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നാം ജീവിച്ചോ എന്ന് നമുക്ക് തോന്നിയില്ലെങ്കിലും നമ്മോടൊപ്പമുള്ളവർക്ക് തോന്നണം. എല്ലാവരോടും സ്നേഹം മാത്രം. ഈ കഥ മനുഷ്യ ജീവിതത്തിലെ താൽക്കാലികതയെക്കുറിച്ചും വയസ്സാകുന്നതിനെ കുറിച്ചും നഷ്ടം, ഒറ്റപ്പെടൽ, ഓർമ്മകൾ എന്നിവയിലൂടെ ഒരാളുടെ അനുഭവങ്ങൾക്കുള്ള ആത്മീയ ഉണർവിനെ കുറിച്ചും പറയുകയാണ്. പ്ലാവിലെ പച്ചിലയും അവയുടെ കൊഴിഞ്ഞുണങ്ങിയ പൊടിയും ഒരാൾക്ക് ജീവിതത്തിന്റെ പാതയിലൂടെ നേരിടേണ്ടി വരുന്ന മാറ്റങ്ങൾ, ദുഃഖങ്ങൾ, ഓർമ്മകൾ എന്നിവയുടെ പ്രതീകങ്ങളായി പ്രവർത്തിക്കുന്നു. കഥയുടെ പ്രധാന സന്ദേശം ജീവിതത്തിന്റെ താൽക്കാലികതയും നാം എത്ര ഉയരങ്ങളിൽ എത്തിയാലും ഒരു ദിവസം മണ്ണിൽ അലിഞ്ഞു ചേരേണ്ടതിന്റെ അനിവാര്യതയും ഉൾക്കൊള്ളിക്കുകയാണ്. ചെറുസമയവും മനോഹരമായ ജീവിതം ആസ്വദിക്കാനും ജീവിതത്തിൽ അർത്ഥവും സ്നേഹവും നിറയ്ക്കാനും മറ്റുള്ളവരിൽ നല്ല ഓർമ്മകൾ വിടാനും പ്രേരിപ്പിക്കുന്ന ഒരു ആത്മീയ അനുഭവമാണിത്.